അമേരിക്കൻ ഷൂ കമ്പനി ഒരാളെ മാർക്കറ്റിങ്ങിനായി ആഫ്രിക്കയിലേക്ക് അയച്ചു. അവിടെ എത്തിയ ആ മനുഷ്യൻ വളരെ സങ്കടത്തോടു കൂടി മടങ്ങി വന്നു. ബോസിനോട് പറഞ്ഞു, സർ, നമുക്കവിടെ മാർക്കറ്റിംഗ് നടത്താൻ കഴിയില്ല. കാരണം ആഫ്രിക്കൻ ജനത വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, അവരാരും ഷൂസ് ഉപയോഗിക്കാത്തവരാണ്. അതുകൊണ്ട് നമുക്കവിടെ മാർക്കറ്റിംഗ് നടക്കില്ല, നമുക്ക് ഈ ഒരു ശ്രമം ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു. ഉടമസ്ഥൻ പക്ഷേ പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം മറ്റൊരു വ്യക്തിയെ മാർക്കറ്റിങ്ങിനായി ആഫ്രിക്കയിലേക്ക് അയച്ചു. അദ്ദേഹം പോയി സന്തോഷത്തോടു കൂടി മടങ്ങി വന്നു. ബോസിന് അതിശയമായി. കാരണം ഒരുത്തൻ നേരത്തെ പോയതാണ്, ദുഃഖിച്ച് വന്ന് അവിടെ മാർക്കറ്റിംഗ് നടക്കൂല എന്ന് പറഞ്ഞ അതേ സ്ഥാനത്താണ് മറ്റൊരാൾ സന്തോഷത്തോടു കൂടി മടങ്ങി വരുന്നത്. ബോസ് ചോദിച്ചു, എന്താണ് സംഭവം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർ, നമുക്ക് തീർച്ചയായിട്ടും അവിടെ നല്ല സ്കോപ്പുള്ള സ്ഥലമാണ്. കാരണം അവിടുത്തെ ആളുകൾ ആരും ഷൂസ് ധരിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഷൂസ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സാധിക്കുകയാണെങ്കിൽ, അതായത് ആ ഷൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് അവർക്കൊരു അവബോധം വരുത്താൻ സാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്കറ്റിംഗ് ഉണ്ടാകും, നമ്മളുടെ സാധനങ്ങൾ നന്നായിട്ട് വിൽക്കും. അവിടെ വേറെ കമ്പനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മത്സരം ഉണ്ടാവില്ല, നമ്മൾ സക്സസ് ആകുമെന്ന് പറഞ്ഞു. ബോസിന് സന്തോഷമായി. ആദ്യത്തെ ആള് പിരിച്ചുവിട്ടു. കാരണം അതിൽ നെഗറ്റീവ് കാണുന്ന ആളാണ്. ആ ഒരു പ്രയോജനമില്ലാത്ത ആളെ തൻ്റെ കമ്പനിയിൽ നിന്നും അദ്ദേഹം പിരിച്ചുവിട്ടു. രണ്ടാമത്തെ ആൾക്ക് പ്രൊമോഷനും ശമ്പള വർധനവുമാണ് ബോസ് ഗിഫ്റ്റായിട്ട് ഒരുക്കിയിരുന്നത്. നമ്മുടെ ജീവിതത്തിലും അതുപോലെയാണ്. ഏത് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളായാൽ പോലും അതിൽ ഒരു പോസിറ്റീവ് വശം കാണാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നമ്മളുടെ വിജയം. ഹാവ് എ നൈസ് ഡേ.